Chapter 7 Question and Answer. If you want more videos, please write which class and chapter name in comment box. Question answer बचत का जादू. ആദ്യം നമുക്ക് മൗഖിക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രാം പ്രസാദ് കहाँ काम करता था? രാം പ്രസാദ് എവിടെയാണ് പണി ചെയ്തുകൊണ്ടിരുന്നത്? ആൻസർ, രാം പ്രസാദ് ഫാക്ടറി മേ കാം കർത്താ ഥാ. രാം പ്രസാദ് ഫാക്ടറിയിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മൂങ്ഫലി വാല ക്യാ കേക്കർ മൂങ്ഫലി ബേച്ച്താ ഥാ? മൂങ്ഫലി വാല നിലക്കടലക്കാരൻ എന്ത് പറഞ്ഞിട്ടാണ് നിലക്കടല വിറ്റുകൊണ്ടിരുന്നത്? മൂങ്ഫലി വാല कहता है मूंगफली ले लो मूंगफली गरम गरम और ताज़ी बुनी मूंगफली. ഇങ്ങനെ പറഞ്ഞിട്ടാണ് മൂങ്ഫലി വാല തൻ്റെ നിലക്കടല വിറ്റുകൊണ്ടിരുന്നത്. थर्ड वन, राम प्रसाद अपने बेटे को आगे क्यों नहीं पढ़ा पा रहा था? രാം പ്രസാദ് എന്തുകൊണ്ടാണ് തൻ്റെ മകനെ ഇനിയും പഠിപ്പിക്കാൻ വേണ്ടി പറ്റാതിരുന്നത്? രാം പ്രസാദിന് राम प्रसाद की तनख्वाह അതായത് സാലറി कम थी इसलिए वह अपने बेटे को आगे नहीं पढ़ा पा रहा था. രാം പ്രസാദിൻ്റെ ശമ്പളം വളരെ കുറവായിരുന്നു. അത് കാരണമാണ് തൻ്റെ മകനെ കൂടുതൽ പഠിപ്പിക്കാൻ പറ്റാതിരുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, മൂങ്ഫലി വാലെ ने രാം പ്രസാദ് को कैसे समझाया? നിലക്കടലക്കാരൻ രാം പ്രസാദിനെ എങ്ങനെയാണ് മനസ്സിലാക്കി കൊടുത്തത്? മൂങ്ഫലി വാലെ ने 2-4 മൂങ്ഫലി റോസ് ബച്ചായി. നിലക്കടലക്കാരൻ 2-3 നിലക്കടല എന്നും മാറ്റിവെച്ചു. ഉन्होंने बड़े से लिफाफे में इकट्ठा किया. അതിനെ വലിയൊരു കവറിൽ കളക്ട് ചെയ്തു വെച്ചു. जब लिफाफा भर गया तो राम प्रसाद को दी. लिफाफ നിറഞ്ഞു പോയപ്പോൾ രാം പ്രസാദിന് അത് കൊടുത്തു. फिर समझाया कि थोड़ी थोड़ी बचत करके वह अपने बेटे को ആകെ പഠാ സക്താ ഹെ. എന്നിട്ട് പറഞ്ഞു, കുറച്ച് തൻ്റെ ശമ്പളത്തിൽ നിന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തൻ്റെ മകനെ ഇനിയും പഠിപ്പിക്കാൻ രാം പ്രസാദിന് കഴിയും എന്ന്. ലിഖിത് ക്വസ്റ്റ്യൻ നെക്സ്റ്റ്. രാം പ്രസാദ് ഉദാസ് ക്യൂं था? രാം പ്രസാദ് എന്തിനായിരുന്നു സങ്കടം? രാം പ്രസാദ് കാ ബേട്ട പഠ്നെ മേ ഹോഷിയാർ था. രാം പ്രസാദിൻ്റെ മകൻ പഠിക്കാൻ ഭയങ്കര സ്മാർട്ടായിരുന്നു. और वह आगे पढ़ना चाहता था. അവൻ ഇനിയും പഠിക്കാൻ ആഗ്രഹിച്ചിരുന്നു. राम प्रसाद तनख्वाह कम होने के कारण उसे पढ़ा नहीं सकता था. രാം പ്രസാദ് പക്ഷേ രാം പ്രസാദിന് ശമ്പളം കുറവായ കാരണം ഇനിയും പഠിപ്പിക്കാൻ കഴിയില്ലായിരുന്നു. इसलिए वह उदास था. അത് കാരണമായിരുന്നു അവൻ സങ്കടത്തിൽ. सेकेंड क्वेश्चन, मूंगफली वाले ने राम प्रसाद को बधाई दी. മൂങ്ഫലി വാല രാം പ്രസാദിനെ കോൺഗ്രാറ്റുലേഷൻസ് കൊടുത്തു. എന്തിനാണ്? मूंगफली वाले ने राम प्रसाद को उसके बेटे के कक्षा में प्रथम आने पर बधाई दी. രാം പ്രസാദിൻ്റെ മകൻ ക്ലാസ്സിൽ ഫസ്റ്റ് വന്ന കാരണമാണ് മൂങ്ഫലി വാല രാം പ്രസാദിന് കോൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞത്. മൂങ്ഫലി വാലെ ने राम प्रसाद को क्या समझाया? മൂങ്ഫലി വാലൻ രാം പ്രസാദിനെ എന്താണ് മനസ്സിലാക്കി കൊടുത്തത്? മൂങ്ഫലി वाले ने राम प्रसाद को समझाया कि रोज के खर्चों से थोड़ा थोड़ा पैसा बचाकर वह अपने बेटे को പഠാ സക്താ ഹെ. മൂങ്ഫലി വാല രാം പ്രസാദിന് പറഞ്ഞു കൊടുത്തു, എന്നത്തെയും ചെലവിൽ നിന്ന് കുറച്ച് പൈസകൾ നമ്മൾ സേവ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ മകനെ ഇനിയും പഠിപ്പിക്കാൻ കഴിയും എന്ന്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അന്ത് മേ രാം പ്രസാദ് ക്യൂ മുസ്കുരാ രഹാ ഥാ? ലാസ്റ്റിൽ രാം പ്രസാദ് എന്തിനാണ് ഒരു സ്മൈലിംഗ് ഫേസ് ആയത്? अंत में राम प्रसाद को अपनी समस्या का हल मिल गया था इसलिए वह मुस्कुरा रहा था. ലാസ്റ്റിൽ രാം പ്രസാദിന് തൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കിട്ടിയ കാരണമാണ് അവൻ്റെ മുഖത്ത് ഒരു സ്മൈലിംഗ് ഫേസ് ആയത്. നെക്സ്റ്റ്, ഭാഷാജ്ഞാൻ. ആദ്യത്തെ വിപരീതാർത്ഥക് ശബ്ദ ലിഖോ, അതായത് ഓപ്പോസിറ്റ് എഴുതാനാണ് പറയുന്നത്. ഫസ്റ്റ്, ഖർച്ച് ആംദനി, कम ज़्यादा, अंधकार प्रकाश, प्रथम अंतिम, आय व्यय, खुश दुख, प्रसन्न अप्रसन्न, समाप्त शुरू അല്ലെങ്കിൽ ആരംഭ്. നെക്സ്റ്റ് വൺ ഈസ് സമജ്കർ ലിഖോ, അതായത് മീനിങ് ഇത് എങ്ങനെയാണ് ടെക്നിക്ക് എഴുതിയിരിക്കുന്നത് അതിനനുസരിച്ചാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ തന്നിട്ടുണ്ട്, ഗരം ഗരം ബഹത് ഗരം. അപ്പോൾ നമുക്ക് നോക്കാം.
जल्दी जल्दी बहुत जल्दी, थोड़ी थोड़ी बहुत थोड़ी, बीच बीच में बहुत बीच में. അടുത്ത സെക്ഷനിൽ ഇധർ ഉധർ അതിൽ എഴുതിയിട്ടുണ്ട് ഇധർ ഓർ ഉധർ. അപ്പോൾ മാതാ പിത മാതാ ഓർ പിത, जान और पहचान, हाल और चाल. അടുത്തതാണ് വാക്യാംശ് കെ ലിയെ ഏക് ശബ്ദ് ലിഖോ, വൺ വേർഡ് ഫോർ മെനി. അത് ആൻസേഴ്സ് നിങ്ങളുടെ സൈഡ് ബോക്സിൽ തന്നെ ഉണ്ട്, അതൊന്ന് നമുക്ക് സെലക്ട് ചെയ്യാനാണ്. നോക്കാം. ചീസേ ബേച്ച്നെ വാല വിക്രേത, चीज़ें खरीदने वाला ग्राहक, जो श्रम करता है श्रमिक, जो हर दिन होता है दैनिक, जो सप्ताह में एक बार हो साप्ताहिक, जो महीने में एक बार हो मासिक. फोर्थ क्वेश्चन, ഭാവവാചക് സംഖ്യ ബനാവ്. അതായത് അബ്സ്ട്രാക്ട് നൗൺ വേർബ്സ്, നമ്മളുടെ ആക്ഷൻ വേർഡ്സ് അല്ലെങ്കിൽ ക്രിയയാണ് തന്നിരിക്കുന്നത്, അതിൽ നിന്ന് അതിൻ്റെ ഭാവവാചക് അതാണ് പറഞ്ഞിരിക്കുന്നത്. അബ്സ്ട്രാക്ട് നൗണാണ് ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഉഡ്ന ഉഡാൻ, ഖേൽന ഖേൽ, പഠന പഠായി, ചढ़ന चढ़ाई, फैलना फैल, बहना बहन. फिफ्थ वन ഈസ് ക്രിയാവിശേഷൻ പദോं के नीचे രേഖ കീഞ്ചോ. അതായത് അഡ്വേർബ്സ്, വേർബുകളിനെ വിശേഷിപ്പിക്കുന്ന വേർഡ്സാണ് ക്രിയാവിശേഷൻ. ഏതൊരു ക്രിയയെയും വിശേഷിപ്പിക്കുന്നതാണ് ക്രിയാവിശേഷൻ. അതായത് അത് എവിടെ നടന്നു, എങ്ങനെ നടന്നു, അങ്ങനെയൊക്കെ പറയുമ്പോൾ. ഇപ്പോൾ ഫസ്റ്റ് അവർ തന്നിട്ടുണ്ട്. ശ്രമിക് ഇധർ ഉധർ ടെഹൽനെ ലഗ. ടെഹൽനെയാണ് ക്രിയ, അത് എങ്ങനെയാണ്, ഇധർ ഉധർ, അവിടെയും ഇവിടെയും. സെക്കൻഡ് വൺ, രാം പ്രസാദ് ചോങ്കർ ബോല. എങ്ങനെയാണ്, ബോല ആണ് ക്രിയ, എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ചോങ്കർ ബോല. തേർഡ് വൺ, സഭി ഭീത്തർ ജാനെ ലഗെ. എങ്ങനെയാണ്, ജാനെ ലഗയാണ് ക്രിയ, അത് എങ്ങനെ എവിടേക്ക് പോയി, ഭീത്തർ. വേ ജൽദി ജൽദി മൂംഗ്ഫലി കെ പാക്കറ്റ് ദേനെ ലഗ. മൂംഗ്ഫലി കാ പാക്കറ്റ് ദേനെ ലഗ, കൊടുക്കാൻ തുടങ്ങി, എങ്ങനെ ജൽദി ജൽദി. സിക്സ്ത് വൺ, ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ, നുക്തെ കാ ഉച്ചാരൺ ഓർ ലേഖൻ. റീഡ് ആൻഡ് റൈറ്റ്. നുക്ത പറഞ്ഞ ഈ ജാ കഴിഞ്ഞ് സെക്കൻഡ് വൺ ജായുടെ അടിയിൽ ഒരു കുത്ത് കണ്ടുപോകും, അതാണ് നുക്ത. ആ കുത്തിടുമ്പോഴാണ് അതിനെയാണ് നുക്ത പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ജ വരും. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് വായിക്കാം. ജ, രാജ്, ജൽ, സജ, രാജ. ഓക്കെ. സെക്കൻഡ് വൺ ഈസ് ജ. അപ്പോൾ രാസ്, ഫസ്റ്റ് രാജ് പറഞ്ഞ രാജാവിൻ്റെ ഭരണം. ഓക്കെ. സെക്കൻഡ് രാസ് പറഞ്ഞ സീക്രട്ട്. ആദ്യത്തെ ജൽ വെള്ളം, സറ ഒരു മിനിറ്റ്. ഓക്കെ. സജ പണിഷ്മെൻറ്റ്, അല്ല സജ നമ്മളുടെ ഒരുക്കം, സസ പണിഷ്മെൻറ്റ്, രാജ രാജാവ്, കാഗസ് പേപ്പർ. അതേപോലെ ഫ ഫൂൽ ഫ്ലവർ, താഴത്തെ ഫർഷ് ഫ്ലോർ, മറ്റേത് ഫൺ മുകളിലത്തെ ഫൺ നമ്മളുടെ എൻജോയ്മെൻറ്റ് ഫൺ, താഴത്തെ ഫൺ ഇത് പാമ്പ് പത്തി വിടർത്തണേനെയാണ് പറയുന്നത് ഫൺ. നെക്സ്റ്റ് ഫട്ന കീറുക, ഫർസ് റെസ്പോൺസിബിലിറ്റി, ഫൽ ഫ്രൂട്ട്, സാഫ് ക്ലീൻ. ഓക്കെ. അതിൻ്റെ താഴെയൊക്കെ എക്സാമ്പിൾസ് ആണ് ഇനി ജയിൻ്റെയും ഫിൻ്റെയും എഴുതിയിരിക്കുന്നത്. നോക്കാം. ജ और फ में नुक्ता लगाकर पढ़ो. ज आवाज आवाज़, ജയിൻ്റെ അടിയിൽ കുത്തിട. റോജ് റോസ്, ജയിൻ്റെ അടിയിൽ കുത്തിട. സജ സസ, ജയിൻ്റെ അടിയിൽ കുത്തിട. ഫ മാഫി മാഫി, ഫിൻ്റെ അടിയിൽ കുത്തിട. ലിഫാഫ ലിഫാഫ, രണ്ട് ഫിൻ്റെ അടിയിലും കുത്തിട. സഫായി സഫായി, ഫിൻ്റെ അടിയിൽ കുത്തിട. അടുത്തതാണ് ജ और फ के नीचे लगी बिंदी नुक्ता कहलाती है. ആ കുത്തിനെയാണ് നുക്ത എന്ന് പറയുന്നത്. അടുത്തത് ഏഴാമത്തെ,
ने के का പ്രയോഗ ഭൂത്കാൽ में होता है. ഒരു സെൻറ്റൻസിൽ നേ ഉപയോഗിച്ചാൽ അത് നമുക്ക് പാസ്റ്റ് ടെൻസ് ആണ് പറയുന്നത്. പാസ്റ്റ് ടെൻസിലേക്ക് അത് കൊണ്ടുപോകും. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബच्चे താലി ബജാ രഹേ ഹേ. രഹാ ഹേ രഹേ ഹേ എന്നൊക്കെ വരുന്നത് പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ കുട്ടികൾ കൈ കൊട്ടുന്നു. ആൻസർ വരുന്നത് ബच्चे ने താലി ബജായി. കുട്ടി കൈ കൊട്ടി. സെക്കൻഡ് വൺ, ഹം ചിടിയാഘർ മേ ഷേർ ദേഖ് രഹേ ഹേ. ഞങ്ങൾ സൂവിൽ പുലിയെ കണ്ടുകൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ്, ഹംനെ ചിടിയാഘർ മേ ഷേർ ദേഖ. ഞങ്ങൾ സൂവിൽ പുലിയെ കണ്ടു. തേർഡ്, മനൻ കിതാബ് പഠ് രഹാ ഹേ. മനൻ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുന്നു. ആൻസർ മനന്നെ കിതാബ് പഠ. മനൻ കിതാബ് പുസ്തകം വായിച്ചു. ലാസ്റ്റ് വൺ, സംബന്ധ് ബോധക് അവ്യയനെ കുറിച്ചിട്ടാണ്. പഠോ ഓർ സമझो. मूंगफली वाला फाटक के बाहर बैठा था, वे फैक्ट्री की ओर बढ़ गया. इन वाक्यों में के बाहर और की और क्रमश फाटक और फैक्ट्री संज्ञा के साथ संबंध बना रहे हैं. जो शब्द संज्ञा या सर्वनाम के बाद प्रयुक्त होकर वाक्य में संज्ञा सर्वनाम के साथ संबंध बताते हैं उन्हें संबंध बोधक അവ്യയ कहते हैं. അതായത് നൗണും സർവനാം പ്രൊനൗൺസിൻ്റെയും കൂടി ചേരുന്ന ഒരു വേർഡിനെ, അതായത് പ്രിപ്പോസിഷനാണ് ഇവർ പറയുന്നത്. ഇൻ, ഔട്ട്, ഇൻ, ആൻഡ് അതൊക്കെ ഉണ്ടാവുമല്ലോ. അറ്റ്, അതിൻ്റെ പോലെയാണ് ഹിന്ദിയിലും. അതിനെ പറയുന്നതാണ് സംബന്ധ ബോധക് അവ്യയ. ओके. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് प्रिपोजिशन संबंध बोधक अव्यय के नीचे रेखा खींचो. ഫസ്റ്റ് വൺ, ലഡ്ക പേട് കെ ഊപ്പർ ചढ़ रहा है. അപ്പോൾ പേടിൻ്റെ എവിടെയാണ്? പേട് കെ ഊപ്പർ. അപ്പോൾ കെ. ലിഫാഫെ കെ അന്തർ മൂംഗ്ഫലിയാ ഭരി थी. ഇതിലും കെ. ഫാക്ട്രി കെ കിനാരെ മൂംഗ്ഫലി കാ ठेला सजा था. ഇതിലും കെ.